ഹായ്, വെൽക്കം ബാക്ക് ടു നിജാഷ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ മന്തിയാണ്. അപ്പോൾ ഇനി അതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കാം. ഞാനിതാ ഇവിടെ സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് അളവിൽ 2.25 ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 1 അവർ നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ്റെ മാഗ്നേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ചിക്കൻ നന്നായി കഴുകി വെള്ളം ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 800 ഗ്രാം ചിക്കൻ്റെ അളവാണ് കേട്ടോ. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളി, 2 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്, 2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ആഡ് ചെയ്തിട്ട് ഇത് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഇതാ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഈ പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് മിനിമം 1 അവറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ഇതാ അതിലേക്കുള്ള റൈസ് നമുക്ക് തയ്യാറാക്കാം. ഞാനത് നന്നായിട്ട് കഴുകി വെള്ളം ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി റൈസ് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 ബേ ലീഫ് എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്, 4 പട്ട, 8 ഏലക്ക, 10 ഗ്രാമ്പു, ഒരു ഡ്രൈ ലെമൺ, 2 ചിക്കൻ സ്റ്റോക്ക്. ഇനി അരി കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിതാ കുറച്ചധികം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ 2 ചിക്കൻ സ്റ്റോക്ക് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുക. ഇനി ആ വോൾ സ്പേസസ് മുഴുവൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം. അപ്പം നമ്മൾ ഈ റൈസ് കുക്കായി വരുമ്പോൾ കറക്റ്റ് ഉപ്പായിരിക്കും കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിതാ വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. വെള്ളം തിളച്ച് വന്നാൽ നമ്മൾ ഈ അരി ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 80% മാത്രം ഈ റൈസ് കുക്കായാൽ മതി. ബാക്കി നമ്മൾ ദമ്മിടുമ്പോൾ കുക്കായിക്കോളും. അപ്പോൾ നമ്മളിതാ അടിച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം ഇത് തിളക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഒരു 7 to 8 മിനിറ്റ് മാത്രം നമ്മളിത് കുക്ക് ചെയ്തെടുത്താൽ മതി. കറക്റ്റ് 8 മിനിറ്റ് ആയപ്പോൾ ഞാനിതാ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ വെള്ളം ഒന്ന് വാർത്തെടുക്കുക. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ. അതിനായി ഞാനിതാ ഇവിടെ വലിയൊരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കുക. ഇനി ചിക്കൻ കുക്ക് ചെയ്യുന്ന പാത്രത്തിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ക്യാപ്സിക്കവും കൂടെ ഇട്ട് കൊടുക്കുക. അതിന് മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു തവി യൂസ് ചെയ്തിട്ട് നമ്മളിതാ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി കൊടുക്കുക. ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് ഈ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവാളയും ഈ ക്യാപ്സിക്കും ഒക്കെ ആ ചിക്കൻ്റെ താഴെ വരുന്ന രീതിയിലാവണം ഇതൊന്ന് ചെയ്തെടുക്കാൻ കേട്ടോ. ചിക്കൻ ഇതാ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇതിലേക്ക് ഈ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. പകുതി റൈസ് നമ്മൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഞാനിതാ കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ കളറിന് പകരമായിട്ട് അത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതാ ഒരു 5 പച്ചമുളക് ഇങ്ങനെ കുത്തി വെക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് ബാക്കിയുള്ള റൈസും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് സ്മോക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു ചിരട്ടേൻ്റെ പീസ് കത്തിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ കയ്യിൽ ചാർക്കോൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി റൈസിൻ്റെ സെൻറ്ററിൽ ഒരു പാത്രം വെച്ചിട്ട് ആ സ്മോക്ക് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് നമുക്ക് ദം ചെയ്തിട്ടെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 15 to 20 മിനിറ്റ് വരെ നമുക്കിത് ഓപ്പൺ ചെയ്യാതെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 20 മിനിറ്റിന് ശേഷം ഞാനിതാ ഇത് ഓപ്പൺ ചെയ്തിട്ട് റൈസൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഈ ചിക്കനും കൂടെ ഇതിൽ നിന്ന് എടുത്തിട്ട് മാറ്റാം. ഞാനിതാ ഈ ചിക്കൻ എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി കുറച്ചായി ഈ റൈസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ചൂട് പോയതിന് ശേഷം ഈ റൈസ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ റൈസ് പൊട്ടി പോവാതെ കിട്ടും കേട്ടോ.
ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതാ ഈ പാത്രം കയ്യിൽ വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മിക്സ് ചെയ്യാം, പൊട്ടി പോകുന്ന പ്രശ്നവുമില്ല. അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഞാനിതാ ആ എടുത്ത് മാറ്റിയിട്ടുള്ള ചിക്കൻ ഇതിന് മേലെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സിമ്പിളായിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ അറബിക് ടൊമാറ്റോ സാലഡ് കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിതാ ഇവിടെ കുറച്ച് മല്ലിച്ചപ്പ്, 3 തക്കാളി, 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് സവാള എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇത് ഫൈനായിട്ട് അടിച്ചെടുക്കരുത് കേട്ടോ, ഇത് ഫൈനായിട്ടുള്ള ഒരു സാലഡ് അല്ല. അപ്പോൾ നമ്മളിതാ ഈ ഒരു രീതിയിലൊന്ന് അടിച്ചെടുത്താൽ മതി, ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതാ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ബിഗിനേഴ്സിനൊക്കെ ഫ്ലോപ്പ് ആവാതെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നവരേക്കും ബൈ. ഡു ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്.